ഫ്രണ്ട്സ്, നമ്മളിന്ന് ഫ്രണ്ട് ഗാർഡൻ ഒന്ന് ക്ലീനിങ് ചെയ്യാനാണ് പോകുന്നത്. പുറമേ നിന്ന് നോക്കിയാൽ നമുക്ക് നല്ല ഗാർഡനായിട്ട് തോന്നുമെങ്കിലും അടിയിലൊക്കെ ഒത്തിരി പ്ലാസ്റ്റിക് കൂടും എല്ലാം ഉണ്ട്. അപ്പം നമ്മളതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാനാണ് പോകുന്നത്. അപ്പം ഈ ഗാർഡൻ കട്ട് ചെയ്യാൻ ഞാൻ പവർ ടൂൾസ് ഒന്നും അല്ല ഉപയോഗിക്കുന്നത്. ഒരു പ്രൂണിങ് സോ ആണ് മേടിച്ചത്, ബി&ക്യു നിന്നാണ് മേടിച്ചത്. പിന്നെ നമ്മുടെ നാട്ടിലെ പോലത്തെ ഒരു ചെറിയ കൈക്കോടാലിയും മേടിച്ചു. അപ്പോൾ ഇതൊക്കെ വലിയ ചെടികളാകുമെന്ന് വിചാരിച്ചാണ് ഞാൻ അത് മേടിച്ചത്. സത്യത്തിൽ അതിൻ്റെ ആവശ്യമില്ലായിരുന്നു, ഈ ഒറ്റ പ്രൂണിങ് സോ തന്നെ മതി. പക്ഷേ നിങ്ങളുടെ കയ്യിൽ പവർ ടൂൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ പകുതി സമയം മതി. ഇതിപ്പം എനിക്ക് ഇച്ചിരി എഫേർട്ട് ഇടേണ്ടി വന്നു, അത്രേ ഉള്ളൂ, മാനുവൽ ടൂൾ ആയതുകൊണ്ട്. ബട്ട് അത് നല്ല ഒരു പ്രൂണിങ് സോ ആണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇട്ടേക്കാം. ബി&ക്യുവിൽ പോയി ഓൺലൈൻ നോക്കി തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ വിചാരിച്ചു പെട്ടെന്ന് നമ്മുടെ ഈ പണി തീരുമെന്ന്, ഒരു 2 മണിക്കൂർ മാക്സിമം. നിങ്ങളിത് കണ്ടോ, ഇത് നല്ല പൊറ്റക്കാടാണ്. ഇവിടെ മുറിക്കാനൊക്കെ നല്ല പാടാണ്. വല പോലെ കിടക്കുക. അപ്പം ഓരോന്നായിട്ട് മുറിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. ഇത് കണ്ടിട്ട് ഒരു ദിവസത്തെ പണിയുണ്ടെന്നാണ് തോന്നുന്നത്. പിന്നെ അന്ന് കാലാവസ്ഥ അത്യാവശ്യം നല്ല ആയിരുന്നു. മഴയും കൂടെ പെയ്തിരുന്നേ നമുക്ക് ഇച്ചിരി പാടായേനെ. ഇത് മഴയില്ലാത്തതുകൊണ്ട് അത്യാവശ്യം ഈ മണ്ണൊന്നും അധികം ഒട്ടിപ്പിടിക്കാതെ ഇതെല്ലാം പെട്ടെന്ന് വെട്ടാനും ഒക്കെ പറ്റി. പിന്നെ നമ്മളൊരു പണി ചെയ്ത് തുടങ്ങുമ്പോഴായിരിക്കും പുതിയ സർപ്രൈസസ് വന്നുകൊണ്ടിരിക്കുക. നമ്മൾ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളായിരിക്കും മിക്ക പണിയിലും ഞാൻ കണ്ടിടത്തോളം വരുന്നത്. അപ്പം ഇതിനകത്താണെങ്കിൽ നിങ്ങൾ നോക്കിയാൽ ഇപ്പം നിങ്ങൾക്ക് കാണാവുന്ന പോലെ ഒരു വലിയ കല്ല്, ഞാൻ നോക്കി ഒരു കല്ലല്ല, കുറേ കല്ല്, ഇതേപോലത്തെ കണക്കിലെ കല്ലുകൾ അവിടെ കിടപ്പുണ്ട്. അപ്പം ഇതിനു മുമ്പ് അവർ ഫ്രണ്ട് ഗാർഡൻ അങ്ങനെ നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തേക്കുമായിരുന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നമുക്കത് അത്ര യൂസ്ഫുൾ ആവണമെന്ന് ഇല്ല എനിക്ക് കണ്ടിട്ട്. എന്തായാലും ഇത് വെട്ടിയപ്പോഴാണ് അങ്ങനെ ഒരു സാധനം അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റിയത്. വെട്ടി തുടങ്ങിയപ്പോഴാണ് കണ്ടത്. പിന്നെ ഈ കല്ലുകളൊക്കെ ഉണ്ടായതുകൊണ്ട് വെട്ടാനും കുറച്ച് നിൽക്കാനും ഒക്കെയുള്ള ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അതായത് നിരപ്പല്ലാത്തതുകൊണ്ട് അതിൻ്റെ കല്ലിൻ്റെ ഇടയിലും ഒക്കെ ഈ ചെടികളും കാടുകളും എല്ലാം കിടപ്പുണ്ടായിരുന്നു. ഗൈസ്, ഇവിടെ ഒരു 50 കുപ്പിയുണ്ട്. എനിക്കൊന്ന് വഴി കൂടെ പോകുന്നവരൊക്കെ എടുത്ത് ഇങ്ങോട്ട് ഇടുന്നതാണെന്ന് തോന്നുന്നു. 50 കൂടുതൽ കാണും. ഇതെല്ലാം പിറക്കി മാറ്റി. ഈ ചെടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇതിൻ്റെ അടിയിലെല്ലാം ഇത്രയും വൃത്തികേടാണ്. മനസ്സിലായില്ലേ? അപ്പം നമുക്കിത് നല്ല പണി. ഇത് പുറമേ നിന്ന് ഇതൊന്നും കാണത്തില്ലായിരുന്നു, അത്രയ്ക്ക് ഒറ്റക്കാടായിരുന്നു. എന്തായാലും കൊള്ളാം. അതുപോലെ തന്നെ ഈ കുപ്പികളുടെ കൂട്ട് തന്നെ കുറേ പ്ലാസ്റ്റിക് ഇതിൻ്റെ മണ്ണിൻ്റെ അടിയിലൊക്കെ കിടപ്പുണ്ടായിരുന്നു. ഇഷ്ടം പോലെ പ്ലാസ്റ്റിക് മുട്ടായ കവറുകളും അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ റബിഷ് ഐറ്റം എല്ലാം പിന്നെ ബിൻ ബാഗിനകത്തോട്ട് എല്ലാം ഇടേണ്ടി വന്നു. അത് ഏകദേശം ഒരു 3/4 ബിൻ ബാഗ് നിറച്ച് റബിഷ് ഐറ്റം അതിൻ്റെ അടിയിൽ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഇളക്കി നമ്മൾ കാണാവുന്നതും ഒക്കെ ഇളക്കി കളഞ്ഞിട്ടുണ്ട്. അപ്പം പിന്നെ ഇതിൻ്റെ അടിയിലോട്ട് കരിയിലകൾ, അതായത് ഇവിടെ ഈ ചെടിയുടെ അടിയിലോട്ട് ഈ കാറ്റ് നല്ലോണം ഉണ്ടായതുകൊണ്ട് ഈ റോഡിൽ നിന്നും ഒക്കെയും കരിയിലയും വേസ്റ്റും എല്ലാം പറന്ന് വന്നിട്ട് ഇവിടെ വന്ന് തങ്ങി നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെയൊക്കെയായെന്ന് തോന്നുന്നു. ഒരു 3/4 ബിന്ന് വേസ്റ്റ് കിടപ്പുണ്ടായിരുന്നു. അതെല്ലാം നമ്മൾ ക്ലിയറാക്കി. പിന്നെ കുറേ റോസാപ്പൂവൊക്കെയാണ് ഇപ്പം നിങ്ങൾ കാണുന്നതെല്ലാം. റോസാ ചെടിയുടെ ഇതൊക്കെയാണ് മുറിച്ച് കളഞ്ഞത്. എനിക്ക് കണ്ടിടത്തോളം ഇതെല്ലാം കുരുവികൾക്കൊക്കെ നല്ല രീതിയിൽ കൂട് വെക്കാവുന്ന രീതിയിലാണ് ഉള്ള ചെടികളാണ്. ഈ വീട്ടിലെ പഴയ ഓണർ ആ രീതിയിലാണ് മിക്ക ചെടികളും. പുറകിലത്തെ ഗാർഡനിലാണെങ്കിൽ ഇഷ്ടം പോലെ കുരുവികളുണ്ട്. അപ്പോൾ അതേ ടൈപ്പ് ചെടികളാണ് ഇവിടെ കാണുന്നത്. പിന്നെ നമ്മൾ ഈ ചെടികളെല്ലാം കളഞ്ഞിട്ട് ഈ കരിയിലകളെല്ലാം
എടുത്തു. എന്നാലും ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യാൻ വേണ്ടി കുറച്ച് പൊടികൾ, അതായത് വർഷങ്ങളായിട്ടുള്ള ആ കരിയിലകളുടെ എല്ലാം വേസ്റ്റ് കിടന്ന ബ്ലാക്ക് പൊടികളും കൂടെ നമ്മളിവിടുന്ന് റിമൂവ് ചെയ്ത് പുറകിലത്തെ ഗാർഡനിലോട്ട് ഇട്ടേക്കുന്നത്. സ്കിപ്പൊന്നും വിളിച്ചിട്ടില്ല. അപ്പം ഇത് ഈ സമയമൊക്കെ ആയപ്പം തന്നെ ഏകദേശം 3-4 മണിയായി. മനസ്സിലായില്ലേ? ഇന്നത്തെ പണിയാണിത്. നിങ്ങൾക്ക് കാണാമല്ലോ, ആ ചെടികളുടെയൊക്കെ കുറ്റി അവിടെ നിൽപ്പുണ്ട്. അത് ഇളക്കാനുള്ള ടൂൾ എൻ്റെ കയ്യിലില്ല. നമ്മുടെ നാട്ടിൽ വല്ല തൂമ്പയോ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് നോക്കായിരുന്നു. ഇപ്പോൾ അത് ഇവിടെ എൻ്റെ കയ്യിൽ ഒരു ടൂൾസൊന്നും ഇല്ല. അതുകൊണ്ട് ഞാൻ അത് ഇളക്കിയില്ല. കുറ്റി അതുപോലെ നിൽപ്പുണ്ട്. അല്ലാതെ ബാക്കി ഫുൾ നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ കാണാമല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. വീക്ക് 4ൻ്റെ റിനോവേഷൻ വീഡിയോ ഞാൻ അടുത്ത ആഴ്ചത്തേക്ക് ഇടുന്നതായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.